സിനിമാ പ്രേമികൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന മമ്മൂട്ടി ഗൗതം വാസുദേവ മേനോൻ ടീമിന്റെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ ടീസർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ടീസർ കണ്ടതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, കോമഡിക്ക് ഏറെ പ്രാധാന്യമുള്ള പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നാണ്. ഇതുവരെ വ്യത്യസ്ത ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വരുന്ന ഈ സിനിമയും വ്യത്യസ്തതയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് ഉറപ്പു തരുന്ന ഒരു ടീസറാണ് റിലീസ് ആയിരിക്കുന്നത്. കോമഡിക്ക് പ്രാധാന്യമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. പേരിൽ ഉള്ളതുപോലെ തന്നെ ചിത്രത്തിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് ഡൊമിനിക്കും ലേഡീസ് പേഴ്സും. ഒരു ലേഡീസ് പേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള രസകരമായ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റേതായി റിലീസായ ടീസറും ഇതുവരെ ഇറങ്ങിയ പോസ്റ്ററുകളും വെച്ച് നോക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഒരു കളർഫുൾ സിനിമ തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ്. പോസ്റ്ററുകൾക്കും ടീസറിനും കൊടുത്തിരിക്കുന്ന കളർ പാറ്റേണുകൾ തന്നെ അത് തെളിയിക്കുന്നതാണ്. തട്ടുപൊളിപ്പൻ സിനിമകൾ കണ്ടുവന്നിരുന്ന തമിഴ് പ്രേക്ഷകർക്ക് വ്യത്യസ്ത സിനിമകൾ സമ്മാനിച്ച ഗൗതം വാസുദേവ മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സും ഏറെ വ്യത്യസ്തമുള്ള ചിത്രമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. GVM സിനിമകൾ എല്ലാം തന്നെ ഒരു പ്രത്യേക സ്വഭാവമുള്ളതാണ്. അത് GVM സിനിമകൾ കണ്ടവർക്ക് മനസ്സിലാകും. ടർബോ എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 6ാമത്തെ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ക്വാളിറ്റിയിൽ ഒരു കുറവും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അത് ടീസർ കണ്ടപ്പോഴും മനസ്സിലായ ഒരു കാര്യമാണ്. മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ച 5 ചിത്രങ്ങളും വ്യത്യസ്ത ജോണറും ഹൈ ക്വാളിറ്റിയും ഉള്ളതായിരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടി GVM ചിത്രവും ഒരു വ്യത്യസ്ത ജോണറിലാണ് ഇറങ്ങാൻ പോകുന്നത്. കോമഡിക്ക് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടില്ലാത്ത സാധാരണക്കാരനായ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടാണ് എത്തുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ് ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഗോകുൽ സുരേഷിന്റെ ഇതുവരെയുള്ള സിനിമാ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രവും സിനിമയുമായിരിക്കും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ടീസറാണ് നമ്മൾ കണ്ടത്. മമ്മൂട്ടിയുടെ കൂടെയുള്ള ഒരു മുഴുനീള കഥാപാത്രമായാണ് ഗോകുൽ സുരേഷ് സിനിമയിൽ എത്തുന്നത്. മമ്മൂക്കയുടെ കഥാപാത്രമായ ഡൊമിനിക്കിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഗോകുൽ സുരേഷ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിൽ എത്തുന്നത്. ചിത്രത്തിൽ വിജയ് വെങ്കടേഷ്, വഫ ഖദീജ, ലെന, ഷൈൻ ടോം ചാക്കോ, വിനീത് എന്നിവരും അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിലെ ഫീമെയിൽ ലീഡ് റോൾ ചെയ്യുന്നത് പ്രശസ്ത മോഡലും കന്നഡ നടിയുമായ സുഷ്മിത ഭട്ടാണ്. ചിത്രത്തിന്റെ കഥ നീരജും, തിരക്കഥയും സംഭാഷണവും നീരജും സൂരജുമാണ്. ഷെർലക് ഹോംസ് ലൈനിൽ രസകരമായ കഥാപാത്രത്തെയാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്നത് എന്നാണ് നീരജ് വ്യക്തമാക്കിയത്. ചിത്രത്തിന്റെ DOP വിഷ്ണു R ദേവാണ്. മ്യൂസിക് ദർബുക ശിവയാണ്. ടീസറിൽ കൊടുത്തിരിക്കുന്ന മ്യൂസിക് തന്നെ വളരെ മനോഹരമായിട്ടുള്ളതായിരുന്നു. അത് കേട്ടവർക്ക് മനസ്സിലായി കാണുമല്ലോ. ചിത്രത്തിന്റെ എഡിറ്റിംഗ് GVM ചിത്രങ്ങളുടെ സ്ഥിരം എഡിറ്ററായ ആന്റണിയാണ്. പ്രൊഡക്ഷൻ ഡിസൈനിങ് ഷാജി നടുവിലും സൗണ്ട് മിക്സിംഗ് തപസ് നായകുമാണ്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫറാർ ഫിലിംസും സമദിന്റെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ റിലീസിംഗ് 2025 ജനുവരി 16 23 കാണും എന്നാണ് അറിയുവാൻ സാധിച്ചത്. എന്തായാലും 2025 മമ്മൂക്കയുടേതായി ആദ്യം ഇറങ്ങാൻ പോകുന്ന സിനിമ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആയിരിക്കും എന്ന് ഉറപ്പാണ്. നിങ്ങൾ ചിത്രത്തിന്റെ ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.